നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് സ്ട്രാസൻസ് അൽഗോരിതം ഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഈ ഒരു സ്ട്രാസൻസ് അൽഗോരിതം പെർഫോം ചെയ്യുന്നത് സ്ക്വയർ മെട്രിക്സിൽ മാത്രമാണ്, വിച്ച് ഇസ് ഓഫ് ദ പവർ ഓഫ് 2. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പിന്നീട് കുറച്ചുകൂടി താഴോട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഒരു അറയിൽ അല്ലെങ്കിൽ ഒരു 2 അറേ തരുമ്പം അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തെ അറേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ 7 റൂളാണ് ഫോളോ ചെയ്യുന്നത്. അതായത് A1 ഇൻറ്റു B1 പ്ലസ് A12 ഇൻറ്റു B21. അതാണ് നമ്മൾ C11 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് വിൽ ബി മൈ ഫസ്റ്റ് ടേം, ഇത് വിൽ ബി മൈ സെക്കൻഡ് ടേം, ഇത് വിൽ ബി മൈ തേർഡ് ടേം ആൻഡ് ദെൻ ഇത് വിൽ ബി മൈ ഫോർത്ത് ടേം. അങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ യൂഷ്വൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴത്തേനും എത്ര മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് വരുന്നതെന്ന് നോക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്ലൈ ചെയ്യുവാണ്. നമ്മൾ ഈ ഒരു സി അറേ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. 1, 2 അപ് ടു 4 കേസിലും കൂടെ വരുമ്പോഴത്തേനും 8 മൾട്ടിപ്ലിക്കേഷനും 4 അഡീഷനും കൂടിയാണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത്. സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ സ്ട്രാസൻസ് അൽഗോരിതം ചെയ്യുമ്പോഴത്തേനും പവർ ഓഫ് 2 എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ലാർജ് ആയിട്ടുള്ള മെട്രിക്സ്, ഇപ്പോൾ നമുക്കിപ്പോഴും എപ്പോഴും ഇങ്ങനത്തെ ഈ കൊച്ചു മെട്രിക്സേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കിട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് വലിയ മെട്രിക്സസ് ഒക്കെ കിട്ടും. അപ്പോഴത്തേനും നമ്മൾ നേരത്തെ പഠിച്ചൊരു കൺസെപ്റ്റ് ഇവിടെ ആലോചിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകർ. ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? 4x4 മെട്രിക്സിനെ ഞാൻ 2x2 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2x2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു എൻറ്റയർ സാധനത്തിനെ ഞാനൊരു 1 എലിമെൻ്റ് ആയിട്ട് A11 ആയിട്ടും ഇതിനെ A12 ആയിട്ടും ഇതിനെ A21 ആയിട്ടും ഇതിനെ A22 ആയിട്ട് നമ്മൾ എടുക്കും. സിമിലർ തിങ് വിത്ത് B11, B12, B21 ആൻഡ് B22. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഇതിനെ എടുക്കാറുണ്ട്. അപ്പം 4x4 മെട്രിക്സ് സിൻസ് ഇറ്റ് ഇസ് ദ പവർ ഓഫ് 2, വാട്ട് ആർ വി ഡൂയിങ്? വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു വിത്ത് റെസ്പെക്ട് ടു 2, അല്ലെങ്കിൽ ഇത് 2 ഇൻറ്റു 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ അൽഗോരിതം നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്യും. പിടികിട്ടിയോ? അതായത് ഈ അറേസിലായിട്ട് ഈ ഒരു സെക്ഷൻ ഓഫ് അറേസിലായിട്ട് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ആ ഒരു സബ് പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്ത് എന്നിട്ട് ഈ ഒരു എൻറ്റയർ സാധനത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് തന്നെയല്ലേ ഡിവൈഡ് ആൻഡ് കോൺകർ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ അൽഗോരിതം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇഫ് ദി n ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, n എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ ഓർഡർ ആണ് കേട്ടോ. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെയാണോ പഠിച്ചത് 7 റൂളില്ലേ, ആ 7 റൂൾ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B12, അങ്ങനെ 4 എണ്ണത്തിന് നമ്മൾ ചെയ്യുവാണ്. പക്ഷേ ഇഫ് ദി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഹാവിങ് ദി ഓർഡർ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2, 2വിനേക്കാളും കൂടുതലാവുന്ന കേസിൽ നമ്മൾ ഇവിടെ ഒരു റിക്കേഴ്സീവ് കോൾ ആണ് ചെയ്യുന്നത്. റിക്കേഴ്സീവ് കോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഐ എം ഡിവൈഡിങ് മൈ ഓർഡർ. എൻ്റെ ഓർഡർ എന്താണ്? 4 ആണല്ലേ. ഐ എം ഡിവൈഡിങ് മൈ ഓർഡർ ബൈ 2. n/2 വിൽ ബി നത്തിങ് ബട്ട് 4/2, ദാറ്റ് ഇസ് 2. അപ്പം എൻ്റെ 2 ഓർഡർ ആക്കുവാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്? ഞാൻ A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B12. ബേസിക്കലി നമ്മൾ 7 റൂൾ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21, ഇതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ 4 കേസിലും ചെയ്യുവാണ്. അതായത് A11 ഇൻറ്റു B12, A12 ഇൻറ്റു B22, അതുപോലെ തന്നെ A21 ഇൻറ്റു B11, A22 ഇൻറ്റു B21. അങ്ങനെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആ ഒരു സാധനം തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് എ റിക്കേഴ്സീവ് കോൾ. പിടികിട്ടിയോ? അതായത് ഞാൻ ഈ ഒരു സാധനത്തിനെ സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു വലിയ മെട്രിക്സിനെ 4 ആയിട്ട് ഭാഗിച്ച് ഓരോന്നിനെയും ഞാൻ സോൾവ് ചെയ്യുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഫൈനൽ സൊല്യൂഷൻ, അതായത് വാട്ട് ഇസ് എ ഇൻറ്റു ബി എന്നുള്ളത് നമ്മൾക്ക് ഫൈനൽ സൊല്യൂഷനായിട്ട് കിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? 8 മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു അല്ലേ? വിച്ച് ഇസ് ഓഫ് n/2, അതായത് n ഓർഡറിലുള്ള സാധനത്തിനെ ഞാൻ 2 ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ 8 മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കോമ്പിനേഷനും എല്ലാം കൂടെ n² ഞാൻ എടുക്കുവാണ്. ഇഫ് ഇറ്റ് ഇസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അപ്പോൾ ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി 1 ആയിരിക്കും, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ്സ് O(1), അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു എൻറ്റയർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എടുത്തു എന്നുണ്ടെങ്കിൽ ദി ടൈം കോംപ്ലക്സിറ്റി വിത്ത് റെസ്പെക്ട് ടു ബിഗ് O നൊട്ടേഷൻ ഇസ് O(n³). ഇനിയാണ് നമ്മളുടെ സ്ട്രാസിൻ്റെ ഒരു അപ്രോച്ച് വരുന്നത്. സ്ട്രാസിൻ്റെ അപ്രോച്ചിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 8 മൾട്ടിപ്ലിക്കേഷനില്ലേ, ഈ 8 മൾട്ടിപ്ലിക്കേഷന് പുള്ളിക്കാരൻ 7 ചുരുക്കമാണ് ചെയ്തേക്കുന്നത്. സ്ട്രാസൻസ് ഫോർമുല നമ്മൾ എങ്ങനെയാണ് സ്ട്രാസൻസ് ഫോർമുല എന്താണെന്നും എങ്ങനെയാണ് നമ്മളത് ആ ഒരു ഇക്വേഷനിലോട്ട് എത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾക്ക് P, Q, R, S, T, U, V ഇത്രയും വേരിയബിൾസ്, ഈ ഒരു 7 വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ 4 സി മാട്രിക്സിലെ 4 ടേംസും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ P എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, അതിനുള്ളിൽ അഡീഷൻ വരുന്നുണ്ട്. എഗെയിൻ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ മൾട്ടിപ്ലിക്കേഷനും ഒരു അഡീഷനോ അല്ലെങ്കിൽ 1-2 അഡീഷൻ സബ്ട്രാക്ഷനൊക്കെയാണ് വരുന്നത്. അപ്പം ഈ ഫോർമുല ഇതിൻ്റെ ഇത്രയും വേരിയബിൾസിൻ്റെ ഡിഫറെൻറ്റ് യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ 4 കണ്ടുപിടിക്കുന്നത്. ഈ ഫോർമുല നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രിക്ക് ഞാൻ എഗെയിൻ യൂട്യൂബിൽ കണ്ടതാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ട്രിക്കാണ് ഓർത്തത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ആദ്യമേ നമ്മൾ P, Q, R, S, T, U, V ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പിയും പിയിൽ വരുന്നത് ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മെട്രിക്സ് എഴുതുവാണ്. ഓക്കെ, നമ്മളൊരു ബോക്സ് മെട്രിക്സ് വരയ്ക്കുകയാണ്. 1 1 1 2 2 1 2 2, അതായത് നമ്മളൊരു മെട്രിക്സിൽ എലിമെൻസിനെ നമ്പർ ചെയ്യത്തില്ലേ അതുപോലെ. ഓക്കെ, പി എഴുതുമ്പോഴത്തേനും നമ്മൾ A1 2, അതായത് നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമാണ് പിക്ക് യൂസ് ചെയ്യുന്നത്. സോ പിക്കകത്ത് വരുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമാണ്, അവരുടെ അഡീഷനാണ് വരുന്നത്. അപ്പം ഡയഗണൽ എലമെൻറ്റ്സ് ചെയ്യാണ് എയുടെ 1 1 2 2 അല്ലേ. അതുപോലെ തന്നെ ബിയുടെ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? B1 1 B2 2. അപ്പം അങ്ങനെയാണ് നമ്മൾ പി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് QRSTക്ക് നമ്മൾ ഈ ഒരു സാധനം ബാബ് എന്നുള്ള സാധനം നമ്മൾ ഓർക്കുക. BAAB, അതിലെ ആദ്യത്തെ 2 നമ്മൾ 1 1 എന്നും പിന്നീടുള്ള 2 നമ്മൾ 2 2 എന്നും കൊടുക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വരച്ച ഈ മെട്രിക്സില്ലേ, അതിൽ നമ്മൾ Q R S ആൻഡ് T. ഇവിടെ ക്യൂവും ടിയും റൈറ്റിലോട്ട് പോകുന്നു, ആറും എസ്സും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. എസ് മണ്ടയിലോട്ട് പോകുന്നു, ആറ് താഴോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ 6 താഴോട്ടാണെന്നുള്ളത് നിങ്ങളൊരു ബലൂൺ പോലെ ഓർത്തേച്ചാൽ മതി. അപ്പോൾ ബലൂൺ പിടിച്ച് താഴോട്ട് വലിക്കുവാണ് എന്നുള്ള ഒരു രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ 6 താഴോട്ടും 6ൻ്റെ ഓപ്പോസിറ്റ് എസ് മേളിലോട്ടും ഡയറക്ഷൻ. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടുത്ത് ഒരു സംഭവം കൊണ്ടുണ്ട് കേട്ടോ. ടിക്കും ക്യൂവിനും അഡീഷനും സബ്ട്രാക്ഷനാണ് എസ്സിനും ആറിനും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ഏതൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ബി ഉള്ളിടത്തെയും എ ഉള്ളിടത്ത് ബി യൂസ് ചെയ്തേക്കണേ. ഇപ്പോൾ ക്യൂ എഴുതി നമ്മൾ B1 1, ബി ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി അടുത്ത് എ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ക്യൂ എങ്ങനെയാണ്? ഇതുമാണ് അഡീഷനാണ് വരുന്നത്. അപ്പോൾ A2 1, ഇവിടെ പ്ലസ് കൊടുക്കുക, ഇവിടെ A2 2 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ക്യൂ കിട്ടിയേ. ഇനി അടുത്തത് 6. 6 എങ്ങനെയാണ്? 6 സബ്ട്രാക്ഷനാണ്, മേളിൽ നിന്ന് താഴോട്ടാണ്. എ ഓൾറെഡി ഉള്ളതുകൊണ്ട് ബി 1 2 മൈനസ് 6 മൈനസ് ആണ്, ഇപ്പുറത്ത് ഈ 2 സൈഡിലുള്ളത് മൈനസ് ആണ്. B2 2. ഓക്കെ, 6 കിട്ടി. അടുത്തത് എസ്, എ ഓൾറെഡി ഉണ്ട്, സോ B2
ടു 1 മൈനസ് ബി 1 1. ഓക്കെ, കിട്ടി. അടുത്തത് ടി. ടി എന്താണ്? ടി ബി ഇവിടെ ഉണ്ട്. അപ്പം A11 പ്ലസ് സമ്മാണ് നമ്മളോട് കൊടുത്തേക്കുന്നത് A12. ഓക്കെ, പിടികിട്ടിയോ? ഇനി അടുത്തത് ഈ യുവും വിയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. ക്യൂവിൻ്റെയും ആറിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ യുവിന് യൂസ് ചെയ്യുന്നത്. എസിൻ്റെയും ടിയുടെയും കോമ്പിനേഷനാണ് നമ്മൾ വിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ക്യൂവും ആറും ഇത് രണ്ടെണ്ണം എടുത്തേ. ഇതിനകത്തുള്ള ബ്രാക്കറ്റിനകത്തുള്ള സാധനം ഇല്ലേ, ഈ ബ്രാക്കറ്റിനകത്തുള്ള സാധനമാണ് നമ്മൾ എന്താണ് താഴോട്ടും എടുത്തിടുന്നത്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ. സോറി ഞാൻ മാർക്ക് ചെയ്തല്ലേ. ഇത് യുവിനും ഇത് വിക്കും. ബ്രാക്കറ്റിലോട്ടുള്ള സാധനം എടുത്ത് എഴുതിയാൽ മതി. പക്ഷെ ഒരു ഡിഫറൻസ് ഉള്ള എ ഉള്ളിടത്ത് ബി വരണം, ബി ഉള്ളിടത്ത് എ വരണം. ഇവിടെ എ എന്താണ് 21 പ്ലസ് A22 ഇൻറ്റു നമ്മളെന്താണ് B12 മൈനസ് B22 ആണല്ലോ. നമ്മൾ എ വരുന്നിടത്ത് ബിയും ബി വരുന്നിടത്ത് എയും എഴുതണം. അപ്പം B21 B22 A12 മൈനസ് A22. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താവും? നമ്മൾക്ക് നമ്മളുടെ വി കിട്ടും. ഓക്കെ, വി കിട്ടി. ഇതുപോലെ തന്നെ ഇവിടെ A21 മൈനസ് A11 B11 പ്ലസ് B12. ഇത്രയും എന്താണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ഇനീഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവരുടെ എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ C11 C12 C21 C22 എഴുതുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് മേലിലത്തെയും താഴത്തേതിലും രണ്ടെണ്ണത്തിലും പി കൊടുക്കണം. ഓക്കെ, സമ്മേഷനാണ് പി കൊടുക്കണം. ആറും ടിയുമാണ് ഒരുമിച്ച് വരുന്നത്. ഓക്കെ, ആറും ടി. ഓക്കെ, ടീനെ നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ, ആറിനെയും ടീനെ ഇവിടെ കൊടുത്തു. അടുത്ത വേറെ ആരാ ഉള്ളത്? ക്യൂ ഉണ്ട്, എസ് ഉണ്ട് അല്ലേ. ബാക്കി നമ്മൾ ക്യൂവിനെ എസ്സിനെയും ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ എഴുതിയപ്പോഴത്തേനും നമ്മളിവിടെ ആറും ടിയും എഴുതി. അത് കഴിഞ്ഞ് നമ്മളിവിടെ ക്യൂവും എസ് എഴുതി. ഇനി അടുത്തത് ഈ എടുത്ത് താഴോട്ട് കൊടുക്കണം. ഈ എസ് എടുത്തിട്ട് മണ്ടയിലോട്ട് കൊടുക്കണം. കാരണം എന്താണ്? 6 എസ് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നവരാണ്. ഇനി അത് കഴിഞ്ഞേച്ച് മണ്ടേന്ന് ടി സബ്ട്രാക്ട് ചെയ്യുക, താഴേന്ന് ക്യൂ സബ്ട്രാക്ട് ചെയ്യുക, പിന്നെ വി ആഡ് ചെയ്യുക, യു ആഡ് ചെയ്യുക. നല്ല പാടാണെന്ന് എനിക്ക് മനസ്സിലാകും ഇത്രയൊക്കെ ഓർത്തിരിക്കാനായിട്ട്. ട്രിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പാടായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഇത് എനിക്ക് ആക്ച്വലി യൂസ്ഫുൾ ആയിട്ട് തോന്നിയതാണ് എക്സാമിൻ്റെ സമയത്ത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. എന്തിനാണ് ഈ കഥ മൊത്തം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രാസിൻ്റെ ഈ അപ്രോച്ചിൽ 7 മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ 8 മൾട്ടിപ്ലിക്കേഷൻ 7 ചുരുങ്ങുകയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ എലമെൻസിനെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ടൈം കോംപ്ലക്സിറ്റി നിങ്ങൾ നോക്കിക്കേ, 7Tn/2 ആണ് വന്നിരിക്കുന്നത്, പ്ലസ് n² അഡീഷണൽ ആയിട്ടുള്ള കോമ്പ്യൂട്ടേഷൻ. ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മളുടെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ മാറുന്നു? n⁻².81 ആയി. അതായത് n³ ആയിരുന്നു ബിഗ് O of n, അത് 2.81 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അതാണ് ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്രമാത്രം പവർ ഓഫ് 2 ഏത് മെട്രിക്സിന് വേണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയും ചെയ്യാം. എന്നാൽ 7 മൾട്ടിപ്ലിക്കേഷനെ വരത്തുള്ളൂ താനും.